പരാതിക്കാരി കൂടി ചേരുകയാണ്. താങ്കൾക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയുണ്ടോ മുകേഷിനെതിരെ ഉണ്ടായ നിയമ നടപടിയിൽ? അതുപോലെ തന്നെ മുകേഷിനെതിരെ മാത്രമല്ല സിദ്ദിഖിനെതിരെ കൂടുതൽ കർശനമായ കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് മുകേഷിനെതിരെ പരാതി കൊടുത്ത ആളിപ്പോൾ ഉണ്ട് ലൈവായിട്ട്. അവരോടാണ് ചോദ്യം, ഈ മുകേഷിനെതിരെയുള്ള നടപടിയിൽ താങ്കൾക്ക് പൂർണ്ണമായ തൃപ്തിയുണ്ടോ? അതോടൊപ്പം തന്നെ സിദ്ദിഖിനെതിരെ നടപടി പോകുന്നുണ്ടല്ലോ, അത് പോലീസ് എന്തെങ്കിലും ഒളിച്ചു കളിക്കുന്നു എന്നുള്ള തോന്നലുണ്ടോ താങ്കൾക്ക്? ഒന്നുമില്ല, എനിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. SIT ടീമിനോട് ഞാൻ ഈ അവസരത്തിൽ സർക്കാരിനോടും SIT ടീമിനോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അവരുടെ ആത്മാർത്ഥമായ അൺവേവറിംഗ് കമ്മിറ്റ്മെന്റ് ടു ജസ്റ്റിസ് റിയലി ഹാറ്റ്സ് ഓഫ്. ഞാൻ വളരെ സംതൃപ്തിയാണ്. പക്ഷേ മുകേഷിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ട്, മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ. ഓക്കെ, എന്നാലും അറസ്റ്റ് ചെയ്തല്ലോ. അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തെറ്റ് ചെയ്തെന്നല്ലേ? പക്ഷെ അതൊരു സാങ്കേതികമായ കാര്യത്തിലേക്ക് പോവുകയാണ്. ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അപ്പോൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇതിലൊരു ക്രൈം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നുണ്ട് എന്ന്? മുകേഷിന്റെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് SIT ടീമിന് അത്രയ്ക്കും വിശ്വാസമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിനെ വിശ്വാസമാണ്. ഇവിടെ ഇപ്പൊ ഒന്നെനിക്ക് മനസ്സിലായി, ലോ ഈസ് ഈക്വൽ ടു എവ്രി വൺ. അതെനിക്ക് മനസ്സിലായി, റിഗാർഡ്ലെസ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ദ പൊസിഷൻ. ഐ അണ്ടർസ്റ്റുഡ്. അല്ലെങ്കിൽ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ആർക്കും ഇനി ഒരു തെറ്റിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ ഇനി സാധിക്കുകയില്ല. എല്ലാവരും കുടുങ്ങും, എല്ലാവരും പിടിക്കും, ഉറപ്പാണ്. പക്ഷെ ഇവരെയൊന്നും ഇതുവരെ ചോദ്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ മുകേഷിന്റെ കാര്യത്തിലൊക്കെ എത്ര നാളായി ചോദ്യം ചെയ്യൽ? ഇന്നാണ് നടന്നത്. സിദ്ദിഖിന്റെ കാര്യത്തിൽ നടന്നല്ലോ, ഇന്നെങ്കിലും നടന്നല്ലോ. സിദ്ദിഖിനെതിരെ ഇതിനു മുൻപ് സിദ്ദിഖിനെ ഒന്ന് വിളിച്ചു വരുത്താൻ പോലും SIT തയ്യാറായിരുന്നില്ല കേട്ടോ. അതും താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? അതെ അതെ അതെ. അവർക്ക് പ്രഷർ എന്തെങ്കിലും വന്നിരിക്കാം. ഈവൻ എന്റെ കാര്യത്തിൽ പറഞ്ഞ മുകേഷിന്റെ ജാമ്യത്തിന്റെ കാര്യത്തിൽ അപ്പീൽ പോകണമെന്ന് ആദ്യമേ പ്രഷർ കൊണ്ടായിരുന്നു കാണാതിരിക്കാം. പക്ഷെ ഇപ്പൊ അവര് ദേ ആർ വെരി ഫ്രീ ടു ഇൻ ദർ ഇൻവെസ്റ്റിഗേഷൻ. ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ്. അതിന് നല്ലൊരു റിസൾട്ട് ആണ് ഇന്നത്തെ ഒരു സിഗ്നിഫിക്കന്റ് മൈൽസ്റ്റോൺ നടത്തിയിരിക്കുന്നത്. ശ്രീ എം